കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാടും പുതുച്ചേരിയും അസമും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. കേരളത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഒപ്പം തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ബംഗാളിലും അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് നടക്കുമ്പോൾ എത്ര ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടക്കുക എന്നാണ് വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കാൻ പോകുന്നത്. രാഷ്ട്രീയ കേരളം ഒരിക്കൽ കൂടി ചൂടുപിടിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ദിവസങ്ങൾ എണ്ണപ്പെടുന്നു എന്നതാണ് സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി എന്നത് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, കാത്തിരിക്കുന്ന പ്രഖ്യാപനം എന്നാണ് തെരഞ്ഞെടുപ്പ് തീയതി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം വ്യക്തത വരാൻ പോകുന്നു. അതായത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കും. എന്താണ് വിവരങ്ങൾ? ഇന്നോ നാളെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് 2 ദിവസമായി തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലേക്കാണ് സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ മാത്രമല്ല, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഏതായാലും 15-നും 30-നും ഏപ്രിൽ 15-നും 30-നും ഇടയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ മാറ്റമുണ്ടാകാൻ ഇടയില്ല. അതായത് കേരളത്തിൽ 2 ഫെസ്റ്റിവലുണ്ട്. അതായത് ഒന്ന് വിഷുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തൃശ്ശൂർ പൂരം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ 2 കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ പാർട്ടികൾ അവരുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. ഇത് രണ്ടും പരിഗണിച്ചു വേണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം എന്ന് വേണം കരുതാൻ. അതായത് ഒരു 15-നും 25-നും ഇടയ്ക്കുള്ള ഒരു തീയതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തവണ 8 ഘട്ടങ്ങളായാണ് ബംഗാളിൽ അടക്കം വോട്ടെടുപ്പ് നടന്നത്. ഇവിടെ ഇത്തവണ 5 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അസമിലാകട്ടെ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ബംഗാളിലും അസമിലും സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്രമീകരണങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷേ കേരളത്തിലും പുതുച്ചേരിയിലും ഒപ്പം തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ ലഭ്യമാകുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാതോർക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. മുന്നണിയടക്കം ഏതാണ്ട് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച മട്ടുമുണ്ട്. CPM അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ പിറ്റേ ദിവസം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും എന്നാണ്. UDF-ലും ചർച്ചകൾ കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. NDA ആകട്ടെ ഏതാണ്ട് 50ഓളം സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രഖ്യാപിക്കാനിരിക്കുന്നു. ബാക്കി 90 ഇടങ്ങളിൽ ഇന്നോ നാളെയോ ആയി തീരുമാനമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അവരുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ചകളുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ കേട്ട പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അഭിലാഷ്, വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ വളരെ കൃത്യമായ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം ഒരു പ്രസ് റിലീസ് അല്പം മുമ്പ് വന്നിരുന്നു. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിൽ ഹോൾഡ് എ പ്രസ് കോൺഫറൻസ് ടുഡേ അറ്റ് 4 PM അറ്റ് വൈഗ്യാൻ ഭവൻ, ന്യൂഡൽഹി. എൻട്രി റെസ്ട്രിക്റ്റഡ് ടു PIB അക്രഡിറ്റഡ് മീഡിയ പേഴ്സൺസ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ 4 മണിക്കുള്ള വാർത്താ സമ്മേളനം സൂചിപ്പിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഒരു 15-നും 30-നും ഇടയ്ക്കുള്ള തീയതികൾ ഉണ്ടാകും. അതിൽ ഒരു 15-നും 25-നും ഇടയ്ക്കുള്ള തീയതിയിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ കാര്യമാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. 3ാം തവണയും അധികാര തുടർച്ച ആഗ്രഹിക്കുന്ന പിണറായി സർക്കാരുണ്ട്. മറുവശത്ത് എങ്ങനെയും അധികാരം പിടിക്കണം എന്നുള്ളതിന് നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞ UDF സംവിധാനമുണ്ട്. സീറ്റെണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ വീണ്ടും താമര വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന NDA സംവിധാനമുണ്ട്. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് പ്രഖ്യാപനം
വന്നാൽ ഉടൻ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങും. 1 മാസം കൊണ്ട് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തും. ഇന്നിപ്പോൾ 15-ാം തീയതിയാണ്. 1 മാസം ഏതായാലും സമയകാലയളവ് ഉണ്ടാകും. അതിനകം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതനുസരിച്ചുള്ള നീക്കങ്ങൾ, ഒരുക്കങ്ങളെല്ലാം കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അഭിലാഷ്. യെസ്, അതാണ് രാഷ്ട്രീയ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടന്നതാണ്. നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്ന സാഹചര്യമുണ്ട്. വിവിധ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. എങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. ഡാനി പോൾ ചേരുമ്പോൾ, ഡാനി, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ പകുതിയോടുകൂടി നടക്കുമെന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിവുള്ളതായിരുന്നു. ഇപ്പോഴും UDF-ലും LDF-ലും NDA-യിലും തിരക്കിട്ട ചർച്ചകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഒരുക്കങ്ങൾ ഏതാണ്ട് എല്ലാവരും, അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ LDF-ന്റെ വികസന മുന്നേറ്റ യാത്ര അത് സമാപിച്ച പശ്ചാത്തലമുണ്ട്. പുതുയുഗ യാത്ര സമാപിച്ച പശ്ചാത്തലമുണ്ട്. NDA അവരുടെ യാത്രകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക, അങ്ങനെ സജ്ജമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴുള്ളത്, ഡാനി? അഭിലാഷ്, തീർച്ചയായും തന്നെ. കാരണം മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. മുന്നണികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അവരുടെ ഒരു അടിത്തറ ഒരു ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ മൊത്തം പ്രവർത്തകരെ തന്നെ ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരിക, അവരിലേക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമെന്ന സന്ദേശം തന്നെയാണ് പൊതുവിൽ ഇത്തരം യാത്രകളിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത്. അവർ പൊതുവിൽ അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന തന്ത്രം തന്നെയാണ് ഈ യാത്രകളിലെല്ലാം തന്നെ പൊതുവായുള്ളത്. അങ്ങനെയുള്ള പ്രാഥമികമായ രീതിയിൽ തന്നെ പ്രവർത്തകർ ഒന്ന് ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി, സന്നദ്ധരാക്കുന്നതിന് വേണ്ടിയുള്ള ഈ യാത്രകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിച്ചു. ഒപ്പം തന്നെ ഈ യാത്രകളിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത് അതത് മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ പൊതു സ്വീകാര്യത ആർക്ക്, എങ്ങനെയൊക്കെയാണ്, ഏതെങ്കിലും രീതിയിൽ ഇത്തരം ചേരുവകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, രഹസ്യമായും പരസ്യമായും എല്ലാം തന്നെ അത്തരം ചർച്ചകൾ പൂർത്തീകരിക്കുക, പ്രഖ്യാപനങ്ങൾ നടത്തുക, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. LDF ആകട്ടെ തങ്ങൾ ഈ കാലഘട്ടത്തിൽ അത്രയും ഈ 10 വർഷത്തോളം നീണ്ട ഈ ഭരണത്തിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്ത് ഉറപ്പിക്കാനായിട്ടുണ്ട്, അത് പൂർണ്ണമായും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതെല്ലാം തന്നെയാണ് വികസന സന്ദേശയാത്ര എല്ലാം തന്നെ നടത്തിക്കൊണ്ട് പോയത്. അതോടൊപ്പം തന്നെ ഇടത് മുന്നണിയുടെ ഒരു ക്യാമ്പയിൻ തന്നെ പ്രധാനമായും തന്നെ ഒരു തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ളൊരു ക്യാമ്പയിൻ, അവരൊരു ഹാഷ്ടാഗ് അതെല്ലാം തന്നെ പുറത്തിറങ്ങുകയും അത് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഹോർഡിങ്സുകളിലൂടെ എല്ലാം തന്നെ പ്രചാരണത്തിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ UDF കേന്ദ്രങ്ങളെല്ലാം തിരക്കിട്ട രീതിയിലുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിൽ ആര് എങ്ങനെയൊക്കെ എന്ന രീതിയിലുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ തങ്ങൾ 50 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രഖ്യാപിക്കാൻ, ആ നിമിഷം പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്നത് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകളെല്ലാം തന്നെ തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഒരു ആശയക്കുഴപ്പമോ ഒന്നും തന്നെയും എവിടെയും നിലനിൽക്കുന്നില്ല. പൂർണ്ണമായും തന്നെ സജ്ജമായിരിക്കുകയാണ്. ആ ഒരു UDF മിഷണറി സംവിധാനം എല്ലാം തന്നെ പൂർണ്ണ സജ്ജമാണ്. ഏതു നിമിഷവും തങ്ങൾ സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു. NDA ക്യാമ്പും സ്ഥിതി വ്യത്യസ്തമല്ല. പല രീതിയിലുള്ള ചർച്ചകൾ, അവരുടെ ഒരു ഘടകകക്ഷി ചർച്ചകളും കാര്യങ്ങളും എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നു. ചിലയിടങ്ങളിലെങ്കിലും ഈ സ്ഥാനാർത്ഥി സംബന്ധിയായ കാര്യങ്ങൾ ചില ചർച്ചകൾ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ പൂർണ്ണമായും തന്നെയും സന്നദ്ധമാണ് എന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് എറണാകുളം ജില്ലയിൽ മെഗാ അദാലത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് NDAയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 2020 കടന്നു വന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം NDAക്ക്, BJPക്ക് ക്യാമ്പുകളിൽ അത് വളരെ പ്രകടമാണ്. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായാൽ ഉടൻ തന്നെ ഗോദയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പൂർണ്ണ സജ്ജമെന്ന രീതിയിൽ തന്നെയാണ് മുന്നണികൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇന്ന് പ്രഖ്യാപനമുണ്ടാകിയാൽ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ ആ രീതിയിലുള്ള തുടർ ചർച്ചകളും നീക്കങ്ങളുമെല്ലാം മുന്നണികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഭിലാഷ്. യെസ്.